നമ്മളിപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് പുറപ്പെടാനുണ്ട്. നമുക്ക് പൊന്നാനിക്ക് ഡയറക്റ്റ് ബസ്സില്ല. അപ്പോൾ നേരെ പോകണത് നമുക്ക് പെരിന്തൽമണ്ണയ്ക്കാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് വേണം നമുക്ക് മാറി കയറി പോകാം. അപ്പോൾ പെരിന്തൽമണ്ണ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിലാണ് നമുക്ക് വളാഞ്ചേരി പോയിട്ട് അങ്ങനെ കുറ്റിപ്പുറത്ത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 11:45 ഇവിടുന്ന് ബസ് എടുക്കും. അപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു ഫ്രണ്ട് സീറ്റിലാണ്. ഓക്കെ, അങ്ങനെ ഏകദേശം 11:45 ഇപ്പോൾ ഡ്രൈവറും കണ്ടിട്ട് ബസ് കയറി. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡിലോട്ട് പോവാണ്. ഇവിടെ ഗൂഡല്ലൂരാണെങ്കിൽ കുറച്ച് ദിവസം ഭയങ്കര മഴ കേട്ടോ. നമ്മൾ വന്നത് മുതൽ ഭയങ്കര മഴയാണ്. മഴക്കൊരു ശമനം പോലുമില്ല. പിന്നെ പലരും വിചാരിക്കുന്നുണ്ടാവും വരുന്ന കാഴ്ച തന്നെയല്ലേ വീഡിയോ ഇട്ടത്, പിന്നെ എന്തിനാണ് റിട്ടേൺ വരുന്നത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഉള്ള കാഴ്ച നമ്മൾ സൈഡിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പോകുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടം ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നില്ല. ഇനി വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ സ്ഥലത്ത് കയറിന്നിട്ടാണ് ബസ് സ്റ്റോപ്പിൽ എത്തിയത്. അപ്പോൾ എന്തായാലും മഴ നല്ല രീതിയിൽ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചാനലിൽ 100% ആൾക്കാരിൽ 70% ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരോടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല രീതിയിലുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോക്ക് ഏകദേശം ഒരു 30 ലൈക്ക് കിട്ടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മളെ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരു മഴക്കൊരു കുറവുണ്ട്. ഇനി മുന്നോട്ട് പോയാൽ എന്താണ് അവസ്ഥ എന്ന് പറയാണ്ടില്ല. അങ്ങനെ നമ്മൾ വരുമ്പോൾ കണ്ട ബോർഡിട്ടത് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കയറിയിട്ട് പോവാം. നമ്മൾ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ കുറേ ഇങ്ങനെ പുകയായി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് 3 പേര് ഇങ്ങനെ പുകച്ചിട്ട് വരാമെന്ന്. അപ്പോൾ കാര്യം ഇങ്ങനെ ഡ്രൈവറോട് അന്വേഷിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞത് വെച്ചാൽ ഇങ്ങനെ കൊതുകെ ശല്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പുകക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ആകെ മൊത്തം പുകയായിട്ട് ഇങ്ങനെ നിറഞ്ഞു കേട്ടോ. അങ്ങനെ പോകാതെ ബസ്സിനുള്ളിൽ കയറിയിട്ട് ഒരു കണക്കിനൊക്കെ ചുമക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടുന്ന് പുറപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് ദൂരെ നോക്കുമ്പോൾ നന്നായിട്ട് ക്ലൗഡ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഏകദേശം നീലഗിരി ഡിസ്ട്രിക്ട് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നാടുകാണി ചുരം കയറാൻ പോവുകയാണ്. രണ്ട് സൈഡിലും ക്ലൗഡ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. വേറെ വിഷ്വൽസൊന്നും കാണാൻ പറ്റുന്നില്ല, ക്ലൗഡാണ്. ഇപ്പം എന്തായാലും നല്ലൊരു തണുപ്പും മഴ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ചാറിനോട്.
ഞാൻ ഈ പുറത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ ചേട്ടൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഒരു സ്റ്റൈലുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ആ ഓടിക്കണ കാറുകളൊക്കെ ഭയങ്കര രസമുണ്ട്. ആ ടേണിങ്ങെന്നൊക്കെ ഓടിച്ചു തരണതൊക്കെ. പിന്നെ ചേട്ടൻ്റെ പേര് ചോദിക്കാനും വിട്ടുപോയി. അപ്പോൾ എന്തായാലും ചേട്ടൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ചേട്ടൻ്റെ പേര് കമൻറ്റ് ചെയ്യുക. ഓക്കെ. നമുക്ക് നന്നായിട്ടൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ചുറ്റും കാടാണ്, പിന്നെ ഒരു മഴയുടെ സീസൺ, അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്യണത്. ഞാനിപ്പോൾ ഇതാ ഏകദേശം നാളുകുളം ചുരത്തിൻ്റെ ഒരു മിഡ് പോർഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ട് നമുക്ക് കുറേ ആനയുടെ ബോർഡ് കാണാനല്ലാണ്ട് പോകുമ്പോഴും കാണാൻ പറ്റില്ല, വരുമ്പോഴെങ്കിലും കാണാമെന്ന് വിചാരിച്ച് ഇപ്പോഴും കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ പലരും വിചാരിക്കുന്നുണ്ടാവും ആന ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. ആന കാണാത്തതുകൊണ്ടല്ല, നമ്മളൊരു യാത്രയ്ക്കിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആന കാണുന്നത് ഒരു കൗതുകമല്ലേ, അതുകൊണ്ട് മാത്രം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതാ ഗൂഡല്ലൂർ യാത്ര നന്നായിട്ട് മിസ് ചെയ്യും കേട്ടോ. നമ്മൾ യൂട്യൂബിലെങ്കിൽ ആദ്യത്തെ യാത്രയാണ്. പിന്നെ ഗൂഡല്ലൂർ എത്തിയപ്പോൾ അവൻ്റെ നാട്ടുകാരും പിന്നെ അവൻ്റെ ഉമ്മയായാലും അവൻ്റെ ഭാര്യയായാലും അവൻ്റെ 2 മക്കളായാലൊക്കെ നല്ലൊരു സ്നേഹമായിരുന്നു കേട്ടോ നമുക്ക്. അവിടെ അവൻ്റെ വീട്ടിൽ പോയാലൊക്കെ നമ്മൾ അവിടുത്തെ ഒരു അംഗത്തെ പോലെ നമ്മളെ ട്രീറ്റ് ചെയ്തിരുന്നു. അതൊക്കെ നമുക്ക് പറയാതെ വയ്യ. അപ്പോൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ വന്നിറങ്ങിയപ്പോൾ അവിടെ എല്ലാവരും കണ്ടായിരുന്നു കാതർക്കാന്ന് പറയും. അപ്പോൾ ആൾ ഭയങ്കര സ്നേഹം എന്നിട്ട് നമുക്ക് ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കാനും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ഭയങ്കര ഒരു നല്ലൊരു സ്വഭാവമൊക്കെ ആയിരുന്നു. അവൻ്റെ ഫ്രണ്ട്സായാലും ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് പറയാണ്. നമ്മൾ ഓരോ നാട്ടിൽ പോയാലാണ് നമുക്ക് അവരുടെ കാലമൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ അവർക്കും തീരെ താല്പര്യമില്ല നമ്മളിങ്ങനെ 4 ദിവസം നിന്നുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ വേറൊരു ദിവസം സെറ്റപ്പിൽ പോകുന്നതായിരിക്കും. നമ്മളെ ലെഫ്റ്റ് സൈഡിലൊരു പാറക്കെട്ട് പോലെ കാണാനുണ്ട് കേട്ടോ. പിന്നെ സൈഡിൽ തന്നെ ഒരു വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കാണ്ട്. അപ്പോൾ വെള്ളതാ ഒരു ചെറിയ തോതിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതുകൊണ്ട് തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞമ്മപ്പോൾ ഏകദേശം നാടുകാണി ചുരം ഇറങ്ങാനായിട്ടാണ്. കുറച്ചും കൂടെ ഉള്ളൂ. ഒരു
ഒരു 500 മീറ്ററിൽ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. ഞമ്മപ്പോൾ ഇതാ നാടുമണിച്ചൂര് ഇറങ്ങി വഴിക്കടവിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കണ്ട. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വഴിക്കടവിടെ നിർത്തുള്ളൂ. ഒരു 10-15 മിനിറ്റ് ഉണ്ടാവും. നമ്മൾ ഇങ്ങോട്ട് കൂടുതൽ വരാനും റിട്ടേൺ പോകാനൊക്കെ ആയിട്ട് അവിടെ സ്റ്റോപ്പുള്ളൂ, സ്റ്റാൻഡിൽ നിർത്താൽ. പിന്നെ നമുക്ക് വഴിക്കടവ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പുള്ളത് പിന്നെ KSRTC ബസ് സ്റ്റാൻഡാണ് പെരിന്തൽമണ്ണ. പിന്നെ നമ്മളെ ഫ്രണ്ടിൽ കുറേ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്, എക്സൈസ് ഓഫീസൊക്കെ ആണ് കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ആയതുകൊണ്ട് അവിടെ പോലീസൊക്കെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നു. നമ്മൾ വരുമ്പോഴും കണ്ടിരുന്നു. ഞമ്മപ്പോൾ ഇതാ വഴിക്കടവിൽ എത്തിയിട്ടാ. ഇതാണ് നമ്മളെ വഴിക്കടവ്. ഞമ്മപ്പോൾ ഇതാ അവിടുന്ന് പോവാൻ കേട്ടോ. അപ്പോൾ ഡ്രൈവർ ഇതാ വണ്ടി സ്റ്റാർട്ടാക്കി. ഇനി നേരെ നിലമ്പൂർ KSRTC സ്റ്റാൻഡൊക്കെ കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ നിലമ്പൂർ കാടുകളിലൂടെ നമുക്ക് എന്താ പോവാം. നമ്മൾ വരുമ്പോൾ ഈ ഭാഗങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സീറ്റ് ഇരുന്നുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. മറ്റേ നോക്കുമ്പോൾ ഒറ്റ വ്യൂവിലേ കാണുള്ളൂ. നമ്മുടെ നിലമ്പൂരത്തെ കനോലി എക്കോ ടൂറിസം സെൻ്ററാണിത്, ഈ വലത് ഭാഗത്തുള്ളത്. നമ്മൾ പോകുമ്പോൾ ഇത് കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതാ വടപ്പുറം പാത പാസ് ചെയ്തുകൊണ്ടിരിക്കണ്ട. നല്ല രസമുണ്ട്, കിടിലൻ വ്യൂ. ആകാശത്തൊക്കെ നോക്കുമ്പോൾ നല്ലൊരു മഴക്കുള്ള കോളുണ്ട്. നല്ലൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മുന്നിലിതാ ഒരു റെയിൽവേ ഗേറ്റൊക്കെ കേട്ടോ. നമുക്കത് ക്രോസ് ചെയ്യാണ്. നമ്മളെ ഈ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമ്മളെ പെരിന്തൽമണ്ണ KSRTC സ്റ്റാൻഡിങ്. അപ്പോൾ ഇതാ പെരിന്തൽമണ്ണ KSRTC സ്റ്റാൻഡിൽ എത്തിയിട്ടാ. അപ്പം നമ്മൾ വന്ന ബസ്സാണിത്. നമ്മളിവിടുന്ന് നേരെ വളാഞ്ചേരി പോയി ഇറങ്ങാം. അവിടുന്ന് നേരെ ഇനി എടപ്പാൾ. നമ്മൾ പോണത് ഇപ്പോൾ പെരിന്തൽമണ്ണ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. ഞാനിതാ നമ്മളെ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലേക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാനൊരു വേ. നമുക്ക് പോകാനുള്ള ബസ് അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മളെ ബസ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ നോക്കിയപ്പോൾ തന്നെ അങ്ങനെ കയറി ഇരുന്ന്
അപ്പോൾ ബാക്കിലൊക്കെ നോക്കിയപ്പോൾ ആൾക്കാർ കുറവാണ്, 2 പേരുടെ ഉള്ളൂ. അപ്പോൾ 1-2 ആൾക്കാർ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ബസ് ഇതാ നല്ല സ്റ്റാൻഡ് കൂടാണ് കേട്ടോ. ഇനി ഒരു 2 മണിക്കൂർ യാത്ര കേട്ടോ, 2 മണിക്കൂർ മേലെ കഴിയും. അപ്പോൾ ഇവിടുന്ന് നേരെ വളാഞ്ചേരി ടു കുറ്റിപ്പുറം. നമുക്കിനി വളാഞ്ചേരി ഇറങ്ങേണ്ട ആവശ്യമില്ല, ഇത് നേരെ ഇനി കുറ്റിപ്പുറത്ത് ഇറങ്ങാനുള്ളൊരു ബസ്സാണ് കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കണതൊരു ഫ്ലൈ ഓവറിൻ്റെ മേലെ കൂടെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഭയങ്കര രസമാണ്. ഒരു അമ്പലക്കുളം കാണാണ്ട്, അതിൻ്റെ ചേർന്നിട്ടൊരു അമ്പലം. ഈ അമ്പലത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ മേലെ കൂടെ പോകുമ്പോഴാണ് കേട്ടോ. മേലെ നിന്നിട്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അമ്പലം. അപ്പോൾ എന്തായാലും അമ്പലത്തിൻ്റെ സെൻറ്ററിലുള്ളൊരു ഭാഗങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട്, നല്ലൊരു ഒതുങ്ങിയൊരു അമ്പലം. മേലെ കൂടെ പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് നോക്കി പോട്ടാ, അത്രക്കും രസമുണ്ട് അമ്പലം കാണാൻ. നമുക്കിപ്പോൾ ഇതാ വളാഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. ഇവിടെ ഒരു 5 മിനിറ്റ് ഉണ്ടാവും കേട്ടോ, ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ സ്കൂൾ പിള്ളേരൊക്കെ ഇതാ ക്ലാസ് കഴിഞ്ഞ ഒരു ടൈമാണ്, എന്തായാലും ഭയങ്കര തിരക്കുകൾ കാണുന്നുണ്ട്. അതാ സ്കൂൾ പിള്ളേരൊക്കെ ഇതാ കയറിക്കൊണ്ട് കേട്ടോ. ഇതാ നമ്മളെ വളാഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്, നേരെ കുറ്റിപ്പുറത്തേക്ക് ഉണ്ടോ. വേറെ നേരത്തെ യാത്രക്കൂടുതൽ നമുക്ക് ഇതാ കുറ്റിപ്പുറം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കിട്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ അവിടെ നമുക്ക് നേരെ എടപ്പാൾ ബസ്സിൽ കയറണം. ഓക്കെ, ഇതാ കുറ്റിപ്പുറത്ത് ബസ് ഇറങ്ങി നമ്മളിപ്പോൾ ഇതാ എടപ്പാൾ ബസ് ഇതാ തിരഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ എടപ്പാൾ ബസ് കണ്ട് അവിടുന്ന് ബസ്സിൽ കയറി നമുക്കിപ്പോൾ ഇതാ കുറ്റിപ്പുറത്ത് ഇതാ എടപ്പാൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുറ്റിപ്പുറം പാലം, ഭാരതപ്പുഴ, നമ്മളെ പുതിയ പാലം. അപ്പോൾ നമ്മളിതാ ഭാരതപ്പുഴയുടെ മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ 4-5 മണിക്കൂറിന് ശേഷം ഇതാ എടപ്പാൾ ടൗണിലേക്ക് എത്തിയിട്ടാണ്. ഇതാണ് നമ്മളെ എടപ്പാൾ മേൽപ്പാലം. ഇപ്പം നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ അത്താണിക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറുന്നത്. അത്താണി ബസ്സിൽ കയറി ഇനി നേരെ കരിങ്കലത്താണി ഒന്ന് ഇറങ്ങണം. ബസ്സിൽ ഭയങ്കര തിരക്കാണ്. നമ്മളിപ്പോൾ ഇതാ ഡോറിൻ്റെ ഭാഗത്താണ് നിൽക്കണം കേട്ടോ. ഏതാ കരിങ്കല്ലത്താണി നമ്മൾ ബസ് കയറി ഇതാ മാറഞ്ചേരിക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ഇതാ മാറഞ്ചേരിക്ക് എത്താനായിട്ടാണ്. അപ്പോൾ മാറഞ്ചേരിക്ക് എത്താനായിപ്പോട്ടെ ഭയങ്കര മഴ ആണ്. ഫൈനലി നമ്മളിപ്പോൾ ഇതാ മാറഞ്ചേരി എത്തി. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഓക്കെ, താങ്ക് യു.